കൂടെ വർക്ക് ചെയ്യുന്നവർ ഒരു ദിവസം ചോദിക്കുകയായിരുന്നു, മിസ് എന്താ ചാനലിൽ വെജിറ്റേറിയൻ ഡിഷസ് അധികം ഉൾപ്പെടുത്താത്തതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, ഞാൻ എന്തെങ്കിലും ഡിസേർട്ട്സ് ആയിട്ടോ ജ്യൂസ് ഐറ്റംസൊക്കെ ആയിട്ടേ ഇടാറുള്ളൂ. അല്ലാതെ മിക്കവാറും നോൺ വെജ് തന്നെയാണ് എൻ്റെ ഇങ്ങനെ പരീക്ഷണങ്ങളിലൊക്കെ വരാറുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, വെജിറ്റബിൾസ് കൂടുതൽ ചേർത്തിട്ടുള്ള എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും ഈ കുട്ടികൾക്ക് അതൊന്നും ഇങ്ങനെ പറക്കി കളയാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അവർ ആസ്വദിച്ച് കഴിക്കില്ല. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാണാവോ എന്നുള്ള സൂക്ഷ്മദർശിനിയോട് കൂടിയിട്ടാണ് അവർ അതിലേക്ക് നോക്കുക തന്നെ ചെയ്യുക. അതുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോയ കട്ട്ലേറ്റിൻ്റെ ഒരു റെസിപ്പി അടുത്തൊരു ചാനലിൽ കണ്ടത്. അപ്പോൾ ഇത് കൊള്ളാലോ, ഒന്ന് പരീക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചാനൽ നോക്കിയിട്ട് ചെയ്ത് നോക്കും കൂടി വേണം കേട്ടോ. വീഡിയോ കണ്ടു നോക്കണം, നിങ്ങളത് ചെയ്ത് നോക്കും കൂടി വേണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയിട്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇത് ചെയ്യാം. വളരെ ചെറിയ കുട്ടികളല്ല, അത്യാവശ്യം സ്റ്റൗവൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ സോയ കട്ട്ലേറ്റിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ഒന്നിച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ കുഞ്ഞു സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു.